ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഏകദേശം 2 ആഴ്ചകളായി വീഡിയോസൊക്കെ ഇട്ടിട്ട്. അപ്പോൾ ഇനി സ്ഥിരമായ വീഡിയോസ് ഇടാൻ ശ്രമിക്കാം. വീഡിയോസിനകത്തോട്ട് സബ്സ്ക്രൈബേഴ്സൊക്കെ പരാതി പറയാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് ഗാർഡനിൽ ഒരു കയർ സ്റ്റിക്ക് വേണം കേട്ടോ. അപ്പോൾ ഞാനൊന്ന് മീഷോയിൽ നോക്കിയപ്പോൾ 187 രൂപയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും കുറച്ച് ചകിരി കിടക്കുന്നുണ്ട്. അപ്പോൾ ചകിരിത്തൊണ്ട് കിടക്കുന്നു. ഞാൻ അതിൽ നിന്ന് കുറച്ച് സമയം നിന്ന് ചകിരി മാത്രമായിട്ട് മാറ്റി പഴയ ഒരു PVC പൈപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിലൊന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിലെനിക്ക് ചിലവായത് ഒരു 5 രൂപയുടെ നൂല് മാത്രം തന്നെയാണ്. വേറെ ഒന്നും എനിക്ക് ചിലവായിട്ടില്ല കേട്ടോ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഇത് ചെയ്യാവുന്നതേ ഉള്ളൂ. നമുക്ക് കയറ് വാങ്ങി പൈസ കളയേണ്ട ആവശ്യമില്ല. ഇങ്ങനെ ഒരു പഴയ PVC പൈപ്പോ കമ്പോ എന്തായിരുന്നാലും മതി കേട്ടോ. അങ്ങനെ പ്രത്യേകിച്ച് പ്ലാസ്റ്റിക്കിൻ്റെ തന്നെ വേണമെന്നില്ല. അപ്പോൾ ഇങ്ങനെ ഇതൊക്കെ ആകുമ്പോൾ ഈ ഫിലോഡെൻഡ്രോൺ, അതുപോലെ തന്നെ മോൺസ്റ്റേറ, മണി പ്ലാന്റ്, ഇതിനൊക്കെ ഇതുപോലെ കയർ സ്റ്റിക്ക് വയ്ക്കുന്നത് ഏറ്റവും ബെസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും അത് കുറച്ച് മെനക്കെട്ടായിരുന്നാലും അത് ചെയ്തു. അപ്പോൾ ഇത് കറുത്ത നൂല് വെച്ചാണ് ഞാനിങ്ങനെ ചുറ്റി എടുക്കുക. പക്ഷേ ഈ കയറ് വെക്കാൻ നമുക്ക് ഈ ചകിരി വെക്കാൻ ടൈമില്ല. പക്ഷേ ഈ കയറിനെ എടുക്കാനാണ് കുറച്ചുകൂടെ പാടായിട്ടുള്ളത് കേട്ടോ. കുറച്ച് സമയം ഇരുന്ന് അത് ചെയ്യണം. പക്ഷേ ഇഷ്ടത്തോടെ ചെയ്യുന്നത് കൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ എൻ്റെ എന്നോട് പറയുന്നത് ഇത്രയും മെനക്കെട്ടിരുന്ന് ഇതൊക്കെ ചെയ്യുമ്പോൾ നിനക്ക് മടുപ്പ് തോന്നില്ല. എനിക്കങ്ങനെ മടുപ്പൊന്നും തോന്നില്ല. നമ്മൾ ഇഷ്ടത്തോടെ ചെയ്യുന്ന ജോലി ഒരിക്കലും നമുക്ക് മടുപ്പ് തോന്നില്ല. പ്രത്യേകിച്ച് ഗാർഡനിങ്, അതുമായിട്ട് ബന്ധപ്പെട്ട എന്ത് കാര്യങ്ങൾക്കും എനിക്കങ്ങനെ മടുപ്പ് ഇതുവരെയ്ക്കും തോന്നിയിട്ടില്ല കേട്ടോ. അപ്പോൾ എനിക്കിതൊരു സീറോ കോസ്റ്റ് എന്ന് പറയുന്നത്, എനിക്ക് പഴയ നൂല് ഏകദേശം 2-3 മാസങ്ങൾക്ക് മുമ്പേ, മാസമല്ല ഏകദേശം 1 വർഷമായി ഈ നൂലൊക്കെ വാങ്ങിയിട്ട് കേട്ടോ. അതുകൊണ്ട് സീറോ കോസ്റ്റ് എന്ന് പറയുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ ഇത് എൻ്റെ വീട് പണി കഴിഞ്ഞിട്ട് ബാക്കി വന്ന PVC പൈപ്പാണ് കേട്ടോ. അപ്പോൾ അതിങ്ങനെ ഒരു 4-5 പീസുണ്ട്. അപ്പോൾ ഇനി ഒരു 2-3 കൂടെ ഇങ്ങനെ ചെയ്യണമെന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഞാനൊന്ന് ചെയ്യുന്നതിൻ്റെ വീഡിയോ എടുത്ത് വെച്ചാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ടൈം കിട്ടുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ചെയ്ത് വെക്കണം. അപ്പോൾ ഒന്ന് ക്ലൈംബ് ചെയ്ത് വരുന്ന ചെടികൾക്കൊക്കെ ഇങ്ങനെ ഒരു കയറിൽ സ്റ്റിക്ക് ചെയ്യുന്ന നല്ല കയർ സ്റ്റിക്ക്, അല്ലെങ്കിൽ നമ്മൾ ചകിരി ഉണ്ടെങ്കിൽ അത് മതി. ഇപ്പോൾ ഏറ്റവും ബെസ്റ്റാണ് കേട്ടോ. കണ്ടോ എൻ്റെ മോൺസ്റ്റേറ പ്ലാന്റ് എന്ത് സന്തോഷത്തോടെ അതോട് ചേർന്ന് വളരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ എൻ്റെ ഒരു സമാധാനത്തിനാണ് ടാഗ് വെച്ച് കെട്ടിയിരിക്കുന്നത്. പക്ഷേ ഇത് വേര് കണ്ടില്ലേ, അതോട് പിടിച്ച് അങ്ങനെ സ്റ്റിക്കായിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ കാറ്റുള്ളത് കൊണ്ടാണ് എൻ്റെ ഒരു സമാധാനത്തിന് ഞാൻ അങ്ങനെ ഒന്ന് ടാഗ് വെച്ച് കെട്ടിയത്. അതുപോലെ തന്നെ ഇതും PVC പൈപ്പ് ഫ്രണ്ടിലിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അതും ഇതുപോലെ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതെന്തെന്ന് വെച്ചാൽ എൻ്റെ കിട്ടുപൂച്ചയുടെ ഇലയാണ് കേട്ടോ. അപ്പുറത്തെ ഇലയിൽ എല്ലാം കത്തിച്ച് ചാമ്പലായിട്ടിരുന്ന് അതിൽ ചവിട്ടി ഇറങ്ങിയാണ് ഇതെല്ലാം ചുമരൊക്കെ വൃത്തിയാക്കി. എന്നിട്ട് കിടക്കുന്ന കിടപ്പുണ്ടല്ലേ. പക്ഷേ പാവമാണ് കേട്ടോ ആൾ, നല്ല പാവം പൂച്ചയാണ്. അതിന് കറക്റ്റ് ടൈമിന് മീൻ ഇറച്ചി അതുപോലത്തെ സാധനങ്ങളാണ് കൂടുതലും ഇഷ്ടം. അങ്ങനെ അത് ഞാൻ റെഡിയാക്കി. അപ്പോൾ ഇതിന് ഞാൻ ടാഗ് ഉണ്ടല്ലോ, ടാഗ് വെച്ചാണ് നല്ല രീതിയിൽ അതിനെ ഫിറ്റ് ചെയ്ത് വെച്ചു. അപ്പോൾ ഒന്നും ചെയ്യില്ല കേട്ടോ. പിന്നെ ഇതിൽ എനിക്കൊക്കെ വേറൊരു ടിപ്പ് പറയാനുള്ളത്, നമ്മൾ ഇത് കയറിൻ്റെ സ്റ്റിക്കിൽ നമ്മൾ ഏറ്റവും ടോപ്പിൽ നിന്ന് ഒരു കുപ്പി വെള്ളം എടുത്തിട്ട് നമ്മൾ ഒരു 3 ദിവസത്തിലൊരിക്കൽ വെള്ളം അങ്ങനെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഈ വെള്ളം അതിൽ തങ്ങി നിന്ന് ഈ വെള്ളത്തിനെ അബ്സോർബ് ചെയ്ത് ആ ചെടി കയറും. അത് മാത്രമല്ല ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത്, ഏതൊരു പ്ലാന്റ്സും ക്ലൈമ്പിംഗ് പ്ലാന്റ്സ് ആയിരുന്നാലും ശരി, നല്ല രീതിയിൽ ഇലകൾക്ക് വലുപ്പം വയ്ക്കും ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. അത് എനിക്ക് യൂട്യൂബ് ചാനലുള്ളതിന് മുൻപ് തന്നെ എനിക്ക് അത് ഒരു അനുഭവമുള്ളതാണ്. എൻ്റെ പോത്തോസ് പ്ലാന്റ്സിൻ്റെ ഇലകളൊക്കെ നല്ല രീതിയിൽ വലുപ്പം വെച്ചു. അപ്പോൾ അതുപോലെ ഇതും ചെയ്യാമെന്ന് വെച്ചാൽ കുറച്ച് മെനക്കേടാണ്, എന്നാലും ഓക്കെ, എനിക്ക് സന്തോഷമായിട്ട് കാണാനൊരു ഭംഗിയുണ്ട്, എൻ്റെ ചെടികൾക്ക് ഹാപ്പിയാണ്. പിന്നെ ഇത് രണ്ടാമത്തെ കാര്യം, നമുക്കൊരു ഫ്രീ ഫെർട്ടിലൈസറിനെ കുറിച്ചാണ് പറയുന്നത്, റെയിൻ വാട്ടർ. അപ്പോൾ റെയിൻ വാട്ടർ എന്താണെന്ന് വെച്ചാൽ നമുക്കതിൽ മാഗ്നീഷ്യം, സോഡിയം, കാൽഷ്യം, അങ്ങനെ ആ ചെടികൾക്ക് വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ
ഘടകങ്ങളും അതിലടങ്ങിയിട്ടുണ്ടെന്നാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഇതൊക്കെ ഈ ചെടികൾക്ക് കിട്ടുമെന്നുള്ളത് ഇപ്പോൾ പ്ലാന്റ്സും ബന്ധപ്പെട്ട് ഞാൻ വീഡിയോസൊക്കെ ഇട്ടതിന് ശേഷമാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ചത്. പക്ഷേ മഴ പെയ്ത് അതിൽ നിന്നും ഉണ്ടാകുന്ന ചെടികൾക്ക് കുറച്ച് ഗ്രോത്ത് കൂടുതൽ, ഇലകൾക്ക് കുറച്ച് ഷൈനിങ്, നല്ല വളർച്ചയും ഞാൻ കണ്ടിട്ടുണ്ട് പൂക്കളായിരുന്നാലും. അപ്പോൾ ഞാനിതുപോലെ വരുന്ന വെള്ളങ്ങളെ ശേഖരിച്ച് വെച്ചിട്ട് എനിക്ക് ഈ ഷെയ്ഡിൻ്റെ താഴെ വളരുന്ന കണ്ടില്ലേ, ഷെഡിൻ്റെ താഴെയൊക്കെ വളരുന്ന ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കും. അത് നല്ല രീതിയിൽ ഗ്രോത്ത് ഉണ്ടാകാറുണ്ട് കേട്ടോ. നിങ്ങളെല്ലാവരും അതൊന്ന് ട്രൈ ചെയ്യും. ചുമ്മാ ഫ്രീ ആയിട്ട് കിട്ടുന്നത്, സീറോ കോസ്റ്റ്, നമുക്ക് നാച്ചർ തരുന്ന ഒരു വരദാനമാണ് ഈ വെള്ളം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്ക് അല്ലാതെ വെള്ളം കിട്ടാൻ ബുദ്ധിമുട്ടുള്ളവരൊക്കെ മഴ പെയ്യുന്ന സമയത്ത് ഇതുപോലെ വെള്ളം ശേഖരിച്ച് ഒരു ബക്കറ്റിലോ പഴയ ടാങ്കിലോ എന്തിലെങ്കിലും വെള്ളം ഇതുപോലെ ശേഖരിച്ച് വെച്ച് നിങ്ങൾ ഒഴിച്ചു കൊടുത്താൽ മതി. അധികം ചിലവില്ലാത്തൊരു കാര്യമാണ്. ചെടികൾക്ക് ഏറ്റവും ബെസ്റ്റാണ്. ക്ലോറിൻ്റെ അംശമില്ലാത്ത നാച്ചുറലായിട്ടുള്ള ഒന്നാണ്. അതുപോലെ തന്നെ നമ്മൾ ഇൻഡോറിൽ വെച്ചിരിക്കുന്ന ഏത് പ്ലാന്റ്സ് ആയിരുന്നാലും ശരി, മഴയുള്ള സമയം പതുക്കെ അതിനെ നമ്മൾ ഇൻഡോറിലെ പോട്ട്, വൈറ്റ് പോട്ടിൽ നിന്ന് അല്ലെങ്കിൽ സെറാമിക് പോട്ടിൽ നിന്ന് മാറ്റിയിട്ട് ആ ബ്ലാക്ക് പോട്ടോടുകൂടി, അകത്ത് വെച്ചിരിക്കുന്ന ആ ബ്ലാക്ക് പോട്ടോടുകൂടി എടുത്ത് നമ്മൾ പുറത്ത് വയ്ക്കുക. അപ്പോൾ അത് നല്ല രീതിയിൽ നമ്മൾ കുളിക്കുന്നത് പോലെ നല്ല രീതിയിൽ അതിനെ കുളിപ്പിച്ചെടുക്കുക. അതെന്ന് വെച്ചാൽ മഴ നനയിച്ചെടുക്കുക. അപ്പോൾ മഴ ഉള്ള സമയത്ത് ഞാനിത് ആഴ്ചയിൽ ഒരു തവണ ചെയ്യാറുണ്ട് കേട്ടോ. എനിക്ക് ടൈം കിട്ടുമ്പോഴൊക്കെ പതുക്കെ ഞാൻ കൊണ്ടുവന്ന് വയ്ക്കും. നല്ല ഗ്രോത്താണ്. പക്ഷേ ഈ പ്ലാന്റ്സ് എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയതാണ്. ചൈനീസ് ഡോളാണ്. ഏകദേശം അത് ഡെത്ത് ആവാറായപ്പോഴാണ് ഞാനിതൊന്നും പരീക്ഷിച്ച് നോക്കിയപ്പോൾ നല്ല രീതിയിൽ കണ്ട പുതിയ ലീഫുകളൊക്കെ നല്ല സൂപ്പറായിട്ട് വരുന്നുണ്ട്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ റെയിൻബോ പ്ലാന്റർ എന്ന ചാനൽ ലൈക്ക് ചെയ്ത്, ഷെയർ ചെയ്ത്, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, താങ്ക് യു, ബൈ.